നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2022 ഓണം ബമ്പർ ഒന്നാം സമ്മാന ജേതാവായ ശ്രീവരാഹം സ്വദേശിയായിട്ടുള്ള അനൂപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അനൂപ് പൊട്ടിപ്പാളീസായോ അല്ലെങ്കിൽ പാപ്പരായോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. അനൂപിന്റെ ബിസിനസ് ഒക്കെ തന്നെ പൊട്ടിപ്പാളീസായി. അതുകൊണ്ട് നിലവിൽ അനൂപിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്നൊന്ന് നോക്കാം. ഓണം ബമ്പറിന്റെ സമ്മാനത്തുകയായ 25 കോടിയിലേക്ക് ഉയർത്തിയ ചരിത്രപരമായ നറുക്കെടുപ്പിലെ ആദ്യ ഭാഗ്യവാനായിരുന്നു അനൂപ്. കോടികൾ സമ്മാനമടിച്ചപ്പോഴുള്ള സന്തോഷത്തിനൊപ്പം അനൂപിന് വലിയ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായി വന്നിരുന്നു. ഒന്നാം സമ്മാനമായ 25 കോടിയിൽ നികുതിയും കമ്മീഷനും കേന്ദ്ര നികുതിയും ഒക്കെ കഴിഞ്ഞ 12 കോടിയാണ് അനൂപിന് ലഭിച്ചത്. കുറച്ച് പണം ഉപയോഗിച്ച് പുതിയ വീടും സ്ഥലവും അനൂപ് സ്വന്തമാക്കി. കുറച്ച് പണം എടുത്ത് ഭാഗ്യം കൊണ്ടുവന്ന ലോട്ടറിയെ മറക്കാതെ മണക്കാട് ജംഗ്ഷനിൽ സ്വന്തമായ ഒരു ലോട്ടറി ഷോപ്പ് തുടങ്ങി. ബാക്കി പണം ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കിലും നിക്ഷേപിച്ചു. AM ലക്കി സെന്റർ എന്ന ലോട്ടറി ഷോപ്പ് അത്ര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അനൂപിന് സാധിച്ചില്ല. ലോട്ടറി കച്ചവടം അവസാനിപ്പിച്ച ശേഷം അനൂപ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്നും സമ്മാനമായി ലഭിച്ച കോടികൾ ദൂർത്തടിച്ച് കളഞ്ഞോ എന്നും ഒക്കെ ചോദ്യം ഉയരുകയാണ്. ബമ്പർ ലോട്ടറി അടിച്ച കോടികൾ നേടിയ പലരും പാപ്പരായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അനൂപ് അങ്ങനെയുള്ളൊരു ആളല്ല. ലോട്ടറി കച്ചവടം അവസാനിപ്പിച്ച് ഹോട്ടൽ ബിസിനസ്സിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അനൂപ്. തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ് അനൂപ് ഹോട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഹാപ്പി റെസ്റ്റോറന്റ് എന്നാണ് അനൂപിന്റെ പുതിയ ഹോട്ടലിലേക്കുള്ള പേര്. ബമ്പർ അടിച്ച സമയത്ത് തന്നെ തനിക്ക് സ്വന്തമായി ഹോട്ടൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം അനൂപ് പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ വലിയ ശാലയിൽ രുചിക്കട എന്ന പേരിൽ അനൂപ് ഒരു ചെറിയ ഹോട്ടൽ ആരംഭിച്ചിരുന്നു. ഇത് വിജയകരമായി മുന്നോട്ട് പോകുന്നിടയിലാണ് രണ്ടാമതൊരു സംരംഭത്തിന് കൂടി അനൂപ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് താനെന്നാണ് അനൂപ് പറയുന്നത്. ഇത് താൻ അത്രത്തോളം ആഗ്രഹിച്ച ഒരു സംരംഭമാണ്. ലോട്ടറി അടിച്ച പണം പാഴാക്കാതെ 2 വർഷം കാത്തിരുന്നു. വളരെയധികം പ്ലാൻ ചെയ്താണ് ഹോട്ടൽ തുടങ്ങിയത്. നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അനൂപ് പറയുകയായിരുന്നു. പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും ഇപ്പോഴും സാമ്പത്തിക സഹായം ചോദിച്ച് തന്റെ അടുക്കലേക്ക് ആളുകൾ വരാറുണ്ടെന്നും അനൂപ് പറയുന്നു. കൂടുതലും ഫോൺ വിളിച്ചാലാണ് സഹായം ചോദിക്കുന്നത്. ഫോൺ വിളിച്ച് സഹായം ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സഹായം കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം എപ്പോഴും ഉണ്ടാകാറുണ്ടെന്നും അനൂപ് പറയുന്നു. ഹോട്ടൽ തുടങ്ങുക എന്നത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്ന്, അതുകൊണ്ട് തന്നെയാണ് 2 വർഷം അതിനുവേണ്ടി മാറ്റിവെച്ച് കാര്യങ്ങൾ പഠിച്ചതും. ലോട്ടറി ഷോപ്പ് ഏറ്റവും അടുത്ത ബന്ധുവിന് വേണ്ടി തുടങ്ങിയതായിരുന്നു. എന്നാൽ താൻ ഇല്ലാതെ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിർത്തുകയാണെന്നാണ് അനൂപ് പറയുന്നത്.